പച്ചപ്പുള്ള ഒരു ഗ്രാമത്തിലെ മരത്തണലിൽ തടിച്ചു വളർന്ന മാവിന്റെ ചുവട്ടിലായിരുന്നു ചിക്കുവിന്റെ വീട്. അതൊരു സാധാരണ കോഴിയായിരുന്നില്ല. നല്ല ചുവന്ന പൂവനും തിളങ്ങുന്ന തൂവലുകളുമുള്ള ആരോഗ്യമുള്ള ഒരു കോഴി. ഒരുപാട് കൂട്ടുകാരികളുണ്ടായിരുന്നെങ്കിലും ചിക്കുവിനെപ്പോഴും എന്തെങ്കിലുമൊക്കെ പുതിയ കാര്യങ്ങൾ കണ്ടെത്താനും ലോകം ചുറ്റിനടക്കാനും വലിയ താൽപ്പര്യമായിരുന്നു. ഒരു ദിവസം മറ്റു കോഴികളെല്ലാം പതിവുപോലെ തീറ്റയെടുക്കുന്ന തിരക്കിലായിരുന്നപ്പോൾ ചിക്കു മാത്രം വേലിക്കപ്പുറത്തേക്ക് എത്തിനോക്കി. അപ്പുറത്ത് കാണുന്ന മലഞ്ചെരിവിനെക്കുറിച്ചും അവിടുത്തെ പുൽമേടുകളെക്കുറിച്ചുമെല്ലാം ചിക്കു പലപ്പോഴും സ്വപ്നം കണ്ടിട്ടുണ്ട്. ഇന്ന് ഞാൻ പോവുകയാണ്, ചിക്കു മനസ്സിലുറപ്പിച്ചു. പതുങ്ങിപ്പതുങ്ങി ചിക്കു വേലിക്കടിയിലൂടെ നൂണ്ടു പുറത്തു കടന്നു. ആദ്യമൊക്കെ പേടിയുണ്ടായിരുന്നെങ്കിലും പുതിയ കാഴ്ചകൾ ചിക്കുവിന് ധൈര്യം നൽകി. വയലിലൂടെ നടക്കുമ്പോൾ ഒരുപാട് പുതിയ കാര്യങ്ങൾ ചിക്കു കണ്ടു. മണ്ണിലൊളിച്ചിരിക്കുന്ന ചുവന്ന മണ്ണിരകളെ, മരക്കൊമ്പിലിരുന്ന് പാട്ടുപാടുന്ന കുഞ്ഞിക്കിളികളെ, നീർച്ചോലയിൽ നീന്തിത്തുടിക്കുന്ന താറാവുകളെ. വൈകുന്നേരമായപ്പോൾ ചിക്കുവിന് വിശപ്പും ക്ഷീണവും തോന്നിത്തുടങ്ങി. താൻ എവിടേക്കാണ് വന്നതെന്ന് ഒരു എത്തും പിടിയുമില്ലായിരുന്നു. ഒറ്റപ്പെട്ടു പോയപ്പോൾ ചിക്കുവിന് സങ്കടമായി. എന്തിനായിരുന്നു ഞാനിങ്ങനെ സാഹസത്തിന് പോയത് എന്നാലോചിച്ചു. അങ്ങനെയിരിക്കുമ്പോൾ ചിക്കു ഒരു കൂട്ടം കോഴികളുടെ ശബ്ദം കേട്ടു. ചിക്കു ശബ്ദം കേട്ട ഭാഗത്തേക്ക് നടന്നു. അതായിരുന്നു അടുത്തുള്ള ഒരു വീട്ടിലെ കോഴിക്കൂട്. ആ വീട്ടിലെ അമ്മൂമ്മ ചിക്കുവിനെ കണ്ടു. വഴിതെറ്റി വന്നതാണോ നീ എന്ന് ചോദിച്ചു. അമ്മൂമ്മ ചിക്കുവിനെ എടുത്ത് കൂടാരം തുറന്ന് അകത്തുകയറ്റി. പിറ്റേന്ന് രാവിലെ അമ്മൂമ്മ ചിക്കുവിനെ അതിന്റെ വീട്ടുടമസ്ഥന്റെ അടുക്കൽ സുരക്ഷിതമായി എത്തിച്ചു. കൂട്ടുകാരെയും ഉടമസ്ഥനെയും കണ്ടപ്പോൾ ചിക്കുവിന് വലിയ സന്തോഷമായി. അന്നുമുതൽ ചിക്കു ഒരു കാര്യം പഠിച്ചു. സാഹസങ്ങൾ നല്ലതാണ്, പക്ഷെ വീടും കൂട്ടുകാരും നൽകുന്ന സുരക്ഷിതത്വമാണ് ഏറ്റവും വലുത്. അതിനുശേഷം ചിക്കു പഴയപോലെ സാഹസങ്ങൾക്ക് പോയില്ല. പകരം അതിന്റെ പുതിയ അറിവുകളും കണ്ട കാഴ്ചകളും കൂട്ടുകാരുമായി പങ്കുവെച്ച് സന്തോഷത്തോടെ ജീവിച്ചു.